നമസ്കാരം. ഓർത്തോ കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ജാസിം ഹുസൈൻ, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ. ഇന്ന് നമുക്ക് ഊരവേദനയുള്ള ആളുകൾക്ക് ചെയ്യേണ്ട ചില എക്സസൈസുകളെ പരിചയപ്പെടുത്താം. ഇന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് സജിനാണ്. ഹായ് സജിൻ, കിടന്നോളൂ. ആദ്യമായി സുപ്പൈൻ പൊസിഷൻ അഥവാ മലർന്നു കിടന്നിട്ടുള്ള എക്സസൈസുകൾ പരിചയപ്പെടുത്താം. അതിൽ നിന്ന് ആദ്യമായി സ്ട്രെയിറ്റ് ലെഗ് റൈസ്. അതിനായി ഒരു കാല് മാത്രം 45 ഡിഗ്രി മുട്ട് മടങ്ങാത്ത രീതിയിൽ പൊക്കുക. ഈ ഒരു പൊസിഷൻ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. റിലാക്സ് ചെയ്ത് ഓപ്പോസിറ്റ് കാല് ഇതേപടി റിപ്പീറ്റ് ചെയ്യുക. ഇത് ചെയ്ത് ശീലിച്ചവർക്കായി അടുത്തത് 2 കാലും ഒരുമിച്ച് പൊക്കുന്ന രീതിയിൽ ചെയ്യുക. 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. അടുത്തതായി പെൽവിക് ബ്രിഡ്ജിങ് എക്സസൈസ്. അതിനായി 2 കാല് മടക്കി വെക്കുക. 2 കൈകൾ സൈഡിൽ വെച്ച് ഊരയുടെ ഭാഗം മാക്സിമം പൊക്കി പിടിക്കുക. ഈ ഒരു പൊസിഷനിൽ ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. അടുത്തതായി സ്പൈൻ കേൾ എക്സസൈസ്. അതിനായി ഒരു കാല് മാത്രം മടക്കി വയറിലോട്ട് ചേർത്ത് പിടിക്കുക. 2 കൈകൾ കൊണ്ട് വയറിലോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മൂക്ക് കാൽമുട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പൊസിഷനിൽ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് തല ആദ്യം റിലാക്സ് ചെയ്ത് പിന്നീട് കാല് റിലാക്സ് ചെയ്യുക. ഇതേപടി ഓപ്പോസിറ്റ് കാലും ചെയ്യും. അടുത്തതായി അബ്ഡോമിനൽ ക്രഞ്ച് എക്സസൈസ്. അതിനായി 2 കാലുകൾ മടക്കി വെച്ച് തലയുടെ ഭാഗവും അപ്പർ ചെസ്റ്റും പൊക്കി 2 കൈകൾ നീട്ടിപ്പിടിച്ച് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. അടുത്തതായി നമുക്ക് പ്രോൺ പൊസിഷൻ അഥവാ കമിഴ്ന്ന് കിടന്നിട്ടുള്ള എക്സസൈസുകൾ പരിചയപ്പെടുത്താം. അതിൽ നിന്ന് ലിംബ് ലിഫ്റ്റ്. അതിനായി 2 കൈകൾ മുന്നോട്ട് വെച്ച് പതിഞ്ഞു കിടക്കുക. ഒരു കാല് മാത്രം മുട്ട് മടങ്ങാത്ത രീതിയിൽ ഒന്നിച്ച് പൊക്കുക. ഈ ഒരു പൊസിഷൻ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് താഴെ വിട്ട് ഓപ്പോസിറ്റ് കാലും ഇതേപടി റിപ്പീറ്റ് ചെയ്യുക. റിലാക്സ്. അടുത്തതായി ഓപ്പോസിറ്റ് ലിംബ് ലിഫ്റ്റ്. അതിനായി തല മാത്രം ഒരു അല്പം പൊക്കി വലത്തെ കൈ മുട്ട് മടങ്ങാത്ത രീതിയിൽ പൊക്കി ഓപ്പോസിറ്റ് കാല് മുട്ട് മടങ്ങാത്ത രീതിയിൽ ബാക്കിലോട്ട് പൊക്കുക. ഈ ഒരു പൊസിഷനിൽ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. ഇതേപടി ഈ കൈയും ഓപ്പോസിറ്റ് കാലും പൊക്കുക. 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. അടുത്തതായി സൂപ്പർമാൻ പൊസിഷൻ. അതിനായി 2 കൈകളും 2 കാലുകളും ഒരുമിച്ച് ബാക്കിലോട്ട് മുട്ട് മടങ്ങാത്ത രീതിയിൽ പൊക്കുക. ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. അടുത്തതായി കോബ്ര പൊസിഷൻ. അതിനായി 2 കൈപ്പത്തികൾ ഷോൾഡറിന് തൊട്ട് താഴെ പരത്തി വെച്ച് തല മാത്രം ബാക്കിലോട്ട് പൊക്കി അതിൻ്റെ കൂടെ പുറം ഭാഗവും ബാക്കിലോട്ട് വളഞ്ഞ് നിൽക്കുക. ഈ ഒരു പൊസിഷനിൽ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യും. അടുത്തതായി കാറ്റ് ആൻഡ് ക്യാമൽ. അതിനായി 2 കൈകളും 2 കാൽമുട്ടുകളും കുത്തിവെച്ച് ഊരയുടെ ഭാഗം മാക്സിമം താഴോട്ടും അപ്പർ ബോഡിയും തലയും മാക്സിമം മുകളിലോട്ടും വെക്കുക. ഈ ഒരു പൊസിഷനിൽ ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് ക്യാമൽ, അതായത് ഊരയുടെ ഭാഗം മാക്സിമം മുകളിലോട്ട് പൊക്കി അപ്പർ ബോഡിയും തലയും താഴോട്ട് വെക്കുക. ഈ ഒരു പൊസിഷനിൽ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യും. അടുത്തതായി ക്വാഡ്രപ്പിൾ ഓപ്പോസിറ്റ് ലിംബ് ലിഫ്റ്റ്. അതിനായി 2 കൈകളും 2 കാൽമുട്ടുകളും കുത്തിവെച്ച് വലത്തെ കൈ മുട്ട് മടങ്ങാത്ത രീതിയിൽ പൊങ്ങുകയും ഇടത്തെ കാൽ മുട്ട് മടങ്ങാത്ത രീതിയിൽ ബാക്കിലോട്ട് പൊങ്ങുകയും ചെയ്യും. ഈ ഒരു പൊസിഷനിൽ ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. ഇതേപടി ഇടത്തെ കൈയും വലത്തെ കാലും
ഇതേപടി ചെയ്യും. ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യും. നടുവേദനയുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.